2025 ജൂലൈ 1 മുതൽ വെറും 2 മണിക്കൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയായ IRDAI എല്ലാ കമ്പനികൾക്കുമായി അങ്ങനെ ഒരു സാർവത്രിക നിയമം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്? 2024 IRDAI വളരെ മികച്ച ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു. അതായത് ആശുപത്രിയിൽ നിന്ന് രേഖകൾ നൽകിയാൽ കൃത്യം 1 മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനി ക്യാഷ്ലെസ് ചികിത്സയ്ക്കുള്ള അനുമതി പ്രീ ഓതറൈസേഷൻ നൽകിയിരിക്കണം. അതുപോലെ രോഗി ഡിസ്ചാർജ് ആവുമ്പോൾ അന്തിമ ബില്ല് നൽകിയാൽ 3 മണിക്കൂറിനുള്ളിൽ ഫൈനൽ അപ്രൂവലും നൽകണം. ഇൻഷുറൻസ് കമ്പനികൾ ജോലി പൂർത്തിയാക്കേണ്ട ഈ സമയപരിധികളെയാണ് പലരും 2 മണിക്കൂർ അഡ്മിഷൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചു വാർത്തകൾ നൽകിയത്. അപ്പോൾ 24 മണിക്കൂർ തികയാതെ ഇൻഷുറൻസ് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. പ്രധാനമായും 2 സാഹചര്യങ്ങളിലാണ് ഇത് സാധ്യമാകുന്നത്. ഈ വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും ഉണ്ട്. ഒന്നാമത് ഡേ കെയർ ചികിത്സകൾ, അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചതുകൊണ്ട് തിമിര ശസ്ത്രക്രിയ, കീമോതെറാപ്പി, ഡയാലിസിസ് എന്നിവയ്ക്ക് ഇപ്പോൾ 24 മണിക്കൂർ ആശുപത്രിവാസം ആവശ്യമില്ല. ഇത്തരം ഡേ കെയർ ചികിത്സകൾക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ഇല്ലാതെ തന്നെ നിലവിലുള്ള എല്ലാ ഇൻഷുറൻസ് പോളിസികളും കവറേജ് നൽകുന്നുണ്ട്. രണ്ടാമത്തേതാണ് യഥാർത്ഥ 2 മണിക്കൂർ കവർ. ഇത് ഗവൺമെന്റ് നിയമമല്ല, മറിച്ച് ചില ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ പുതിയ പോളിസികളിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നൽകുന്ന ഒരു പ്രത്യേക ഫീച്ചർ മാത്രമാണിത്. വെറും 2 മണിക്കൂർ അഡ്മിറ്റ് ആയാലും ക്ലെയിം നൽകുന്ന ചില പ്രമുഖ കമ്പനികളൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പോളിസി ഏതാണോ അതിനനുസരിച്ചായിരിക്കും ഇത് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മാത്രം. ഇവിടെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട വലിയൊരു കെണി കൂടിയുണ്ട്. വെറുതെ ടെസ്റ്റുകൾ ചെയ്യാനോ സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ചെറിയ പനിക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചോ വേണ്ടി മാത്രം 2 മണിക്കൂർ അഡ്മിറ്റ് ആയാൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് കിട്ടില്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കൃത്യമായ ഒരു ചികിത്സ, അതായത് ഒരു ആക്റ്റീവ് ട്രീറ്റ്മെന്റ് അവിടെ നടന്നിരിക്കണം. ഇനി നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാതെ വെറുതെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നതിനും ടെസ്റ്റുകൾക്കും പണം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പോളിസിയിൽ OPD കവർ എന്ന പ്രത്യേക ആഡ് ഓൺ ഉണ്ടായിരിക്കണം. ഇനി എല്ലാം കൃത്യമായിട്ട് 24 മണിക്കൂർ ആയില്ല എന്ന് പറഞ്ഞ് കമ്പനികൾ നിങ്ങളുടെ ക്ലെയിം നിരസിച്ചാൽ എന്ത് ചെയ്യും? സാങ്കേതികവിദ്യ മാറിയതനുസരിച്ച് 23.5 മണിക്കൂർ അഡ്മിറ്റ് ആയ രോഗികൾക്ക് പോലും ക്ലെയിം നൽകാൻ നമ്മുടെ പല ഉപഭോക്തൃ കോടതികളും ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ചികിത്സയുടെ യഥാർത്ഥ ആവശ്യകതയാണ് പരിഗണിക്കേണ്ടത്, അല്ലാതെ രോഗി കൃത്യം 24 മണിക്കൂർ തികച്ചോ എന്നല്ല. നിങ്ങളുടെ ക്ലെയിം അന്യായമായി നിരസിക്കപ്പെട്ടാൽ IRDAIയുടെ ഭീമ ഭരോസ പോർട്ടലിലോ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിലോ വക്കീലില്ലാതെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായി പരാതി നൽകാവുന്നതുമാണ്. ചുരുക്കത്തിൽ വാട്സാപ്പിൽ കാണുന്ന പകുതി ബന്ധ വാർത്തകൾ പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം പോളിസിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ പുതിയ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ ആധുനികമായ 2 മണിക്കൂർ കവർ ഉണ്ടോ അതോ വെറും പഴയ ഡേ കെയർ മാത്രമാണോ ഉള്ളതെന്ന് ഏജന്റിനോട് നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ച് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധിച്ച ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം.